അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹത്തുലാബുൽ അഇസ മർഹബം ബിക്കും ജമീഅൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും അറബിക്കിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇഹ്സാൻ. നമുക്ക് ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് 2ാം ക്ലാസ് മുതൽ +2 തലം വരെയുള്ള എല്ലാ അറബി പരീക്ഷകൾക്കും ഒന്നാമതായി ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. അത് നഖറ അൽ ഫിക്ര വ നുജീബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ് വായിക്കാം, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ രീതിയിലുള്ള ഈ മാതൃകയിലുള്ള ചോദ്യങ്ങൾ എല്ലാ ചോദ്യ പേപ്പറുകളിലും നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് അവയ്ക്ക് ഉത്തരം നൽകേണ്ടത്? അവയ്ക്ക് ഉത്തരം നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നും തന്നെയല്ല, അത് അദവാത്തുൽ ഇസ്തിഫ്ഹാം, അതായത് ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വാക്കുകൾ, ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അദവാത്തുൽ ഇസ്തിഫ്ഹാം. ഇന്ന് ഏതാനും അദവാത്തുൽ ഇസ്തിഫ്ഹാമിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. UP സ്കൂളുകളിൽ പ്രധാനമായിട്ടും ചോദിക്കാറുള്ള ഒരു 5 അല്ലെങ്കിൽ 6 അദവാത്തുൽ ഇസ്തിഫ്ഹാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്നത് നമുക്ക് നോക്കാം. നോക്കൂ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും മാദ. മാദ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം. മാദ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അർത്ഥം. രണ്ടാമത്തത് മൻ. മൻ എന്നാൽ ആര്. മൂന്നാമത്തത് കൈഫ. കൈഫൽ ഹാൽ, എങ്ങനെയുണ്ട് എൻ്റെ അവസ്ഥ. കൈഫ, എങ്ങനെ. ഐന, എവിടെ. മത, എപ്പോൾ. മാ. മാ എന്നാൽ എന്ത്, എന്താണ് എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് കം. കം എന്നാൽ എത്ര. ഈ 6-7 വാക്കുകൾ നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ പ്രവർത്തനത്തിൽ വന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് പ്രധാനമായിട്ടും ഈ 7 എണ്ണാണ്. അതുകൊണ്ട് ഈ 7 വാക്കുകൾ അറിയാതെ നമ്മൾ എങ്ങോട്ട് പോകാൻ പാടില്ല? പരീക്ഷാ ഹാളിലേക്ക് അല്ലെങ്കിൽ പരീക്ഷാ ദിവസം സ്കൂളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇത് എങ്ങനെ എത്രയും പെട്ടെന്ന് ബുദ്ധിയിലേക്ക് കയറ്റാം, എങ്ങനെ ഇവിടെ നിന്ന് നേരെ തലച്ചോറിലേക്ക് പേസ്റ്റ് ചെയ്യാം എന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. മാത. മാത എന്നാൽ എന്ത് എന്നാണ് അർത്ഥം. മാത, എന്ത്. മൻ, ആര്. കൈഫ, എങ്ങനെ. ഐന, എവിടെ. മത, എപ്പോൾ. മാ, എന്ത്. കം, എത്ര. ഈ 7 ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ നിമിഷ നേരങ്ങൾ കൊണ്ട് കാണാതെ പഠിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ഒരു പാട്ടിൻ്റെ രൂപത്തിൽ നമുക്ക് ഇതൊന്ന് പാടി നോക്കിയാലോ? ഞാൻ ആദ്യം പാടിത്തരാം, അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് കൂടെ പാടിയാൽ മതി. അപ്പോഴേക്കും ഈ 7 ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കും. മാതാ, എന്ത്. മൻ, ആര്. എങ്ങനെ. കൈഫ, എവിടൈന. എപ്പോഴാണ്. മത, എന്ന്. എന്താ. മാക്കം, എത്ര. ഈ ഒരു പാട്ട് പഠിക്കുക. എന്നാൽ ആദ്യത്തെ പ്രവർത്തനത്തിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? A ഗ്രേഡുമായിട്ട് പരീക്ഷ എഴുതി തുടങ്ങാം. ഒന്നുകൂടെ നോക്കിയാലോ? മാതാ, എന്ത്. മൻ, ആര്. എങ്ങനെ. കൈഫ, എവിടൈന. എപ്പോഴാണ്. മത, എന്ന്. എന്താ. മാക്കം, എത്ര. ഈ പാട്ട് നിർബന്ധമായിട്ടും പഠിക്കുക. നോക്ക്, മാതാ, എന്ത്. മൻ, ആരാ. അതിൻ്റെ അർത്ഥം നമ്മൾ പറയേണ്ടതില്ല. നോക്ക്, മാതാ എന്നാൽ എന്ത് എന്നാണ് അർത്ഥം. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അർത്ഥം. എങ്ങനെ എന്നതിന് അറബിയിൽ കൈഫ എന്നാണ് പറയുക. എവിടെ. ഐന. എപ്പോൾ, എപ്പോഴാണ്. മത. അടുത്തത് എന്താ, എന്താണ്. എന്താ എന്നതിന് മാതാക്ക് പുറമെ നമ്മൾ എന്ത് ഉപയോഗിക്കും? മായും ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന് കം, എത്ര എന്നുള്ള ചോദ്യം. ഒന്നുകൂടെ ഞാൻ പാട്ട് പാടുന്നു, നിങ്ങൾ കൂടെ പാടാൻ ശ്രമിക്കുക. മാതാ, എന്ത്. മൻ, ആര്. എങ്ങനെ. കൈഫ, എവിടൈന. എപ്പോഴാണ്. മത, എന്ന്. എന്താ. മാക്കം, എത്ര.
ഇതോടുകൂടി ഈ ഒരു പാട്ട് പഠിക്കുന്നതോടുകൂടി ഈ 7 വാക്കുകൾ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. 2ഉം 3ഉം പ്രാവശ്യം എന്ത് ചെയ്യുക, പാട്ട് പാടി നോക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ശ്രദ്ധിച്ച് ഒന്ന് ഓടിച്ച് പറയാം. ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു വാക്കുകളിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് മുൻപ് പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ്. ഈച്ച് പാരഗ്രാഫ് വായിക്കുക എന്നിട്ട് ഉത്തരം നൽകുക എന്നതായിരുന്നു ചോദ്യം. ഉക്തുബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. നമുക്ക് ആ ചോദ്യങ്ങൾ മാത്രം, എങ്ങനെയാണ് ചോദ്യങ്ങൾ തുടങ്ങുന്നത് എന്ന് മാത്രം ചർച്ച ചെയ്താൽ മതി. നോക്കാം. ആദ്യത്തെ ചോദ്യം കം. കം കം എന്ന് വെച്ചാൽ എത്ര. അടുത്ത ചോദ്യം നോക്കുക, മ. മ വെച്ചാൽ എന്ത്. അടുത്തത് മത. മത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മത എന്നാൽ എപ്പോൾ. അടുത്ത മ. മ എന്ത്. ഇത് പിന്നെ അദവാത്തുൽ ഇസ്തിഫ്ഹാം ഇല്ലാത്ത ഒരു ചോദ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടെ കാണിച്ചു തരാം. അതുകൂടെ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് എത്രമാത്രം സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്ന് നോക്കുക. ഒരു ചോദ്യം ആരംഭിക്കുന്ന തന്നെ ഐന, എവിടെ. മറ്റൊന്ന് ഐന, മത, എപ്പോൾ. മാത, എന്ത്. ഓക്കെ, ഇത് അദവാത്തുൽ ഇസ്തിഫ്ഹാം ഇല്ലാത്ത മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും അദവാത്തുൽ ഇസ്തിഫ്ഹാമിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന്. അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞ ആ 7 അദവാത്തുൽ ഇസ്തിഫ്ഹാമിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാട്ട് ഒന്നുകൂടെ പാടിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾ കൂടെ പാടുക. മാതാ എന്ത്, മൻ ആര്, എങ്ങനെ, കൈഫ എവിടൈന, എപ്പോഴാണ് മത എന്ന്, എന്താ മാക്കം എത്ര. അപ്പം അടുത്തൊരു ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ഈ പാട്ട് ഭംഗിയായി പഠിച്ചിരിക്കണം. കേവലം പാട്ട് മാത്രം പഠിച്ചാൽ പോരാ, അത് പരീക്ഷാ ഹാളിൽ പ്രയോഗിക്കത്തക്ക വിധത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കുകയും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ നിർത്തുന്നു. ശുക്രൻ ലക്കും ജമിയാൻ.